ഹലോ എല്ലാവർക്കും നമുക്കൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്രിസ്മസിനുള്ള പുൽക്കൂടും ട്രീയും സ്റ്റാറും എല്ലാം തൂക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഇതിപ്പോൾ ഫൈനൽ ലുക്കാണ് ഈ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മളൊരു 3 വർഷമായിട്ട് തന്നെ ഏട്ടൻ ഉണ്ടാക്കി വെച്ച പുൽക്കൂടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉപയോഗം കഴിഞ്ഞ് അങ്ങനെ എടുത്ത് വെക്കുന്നത് മാത്രം. അപ്പോൾ അതെല്ലാം ഇനി എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പുൽക്കൂടൊക്കെ ഏട്ടൻ ഇറക്കി ഭയങ്കരമായിട്ട് പൊടിയൊക്കെ പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ 2-3 പ്രാവശ്യമായിട്ട് ഏട്ടൻ ഇതിൻ്റെ മേൽക്കൂര ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈം എടുത്തപ്പോൾ ഒരു പച്ച നമ്മുടെ ഈ പുല്ല് കൊണ്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ ഇത് ചവിരി കൊണ്ട് ഏട്ടൻ വെട്ടി സെറ്റപ്പ് ആക്കിയതായിരുന്നു കേട്ടോ. അങ്ങനെ മുകളിലുള്ള എല്ലാ നമ്മുടെ ബിംബങ്ങളും ലൈറ്റ്സും എല്ലാം ഇറക്കി വെച്ചു കേട്ടോ. പിന്നെ ഏട്ടൻ അതിലുള്ള പൊടിയൊക്കെ നമ്മൾ ഈ ബ്രഷ് ഉണ്ടല്ലോ, പെയിൻ്റ് അടിക്കുന്ന ബ്രഷ് കൊണ്ട് മെല്ലെ മെല്ലെ തട്ടിക്കളയാണ് കേട്ടോ. നല്ല രസത്തിൽ ഏട്ടൻ ആണിയും കുറേ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയൊരു പുൽക്കൂടാണ് കേട്ടോ. പിന്നെ നമ്മുടെ സ്റ്റാർ തൂക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഞാൻ ഇവരുടെ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് മാത്രം കേട്ടോ. ഏട്ടനാണ് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുക. ഉണ്ണിക്കുട്ടന് ഭയങ്കര ഇഷ്ടമാട്ടോ പുൽക്കൂട്. പിള്ളേർക്ക് പിന്നെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട വീഡിയോ പുൽക്കൂട് ഉണ്ടാക്കുന്നതിന് 8K ഒക്കെയാണ് നമുക്ക് വ്യൂവേഴ്സ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു മെയിനായിട്ടൊരു വീഡിയോ തന്നെ ചെയ്യാമെന്ന്. അങ്ങനെ നമ്മൾ പുൽക്കൂടിൻ്റെ സാധനങ്ങൾ തപ്പുന്നതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ്റെ നമ്മുടെ ഒരു ചെണ്ട പോലെ കിട്ടിയിരിക്കുകയാണ് കേട്ടോ. ഇത് 2001 ഉള്ള സമയത്ത് ഏട്ടൻ മേടിച്ചിട്ടുള്ളതാണ്. അത് ഇപ്പോഴും ഏട്ടൻ ഭദ്രമായി സൂക്ഷിച്ച ഒരു കേടുമില്ല, നല്ല സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിന്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നാണ്. പിന്നെ ഈ വയറും കാര്യങ്ങളും അതേപോലെ തന്നെ ആ സമയത്ത് ഏട്ടൻ സൗണ്ട് ബോക്സും കാര്യങ്ങളും യൂസ് ചെയ്യുമ്പോൾ ഉപയോഗിച്ചിരുന്ന ഒരു വയറും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. എല്ലാം ഏട്ടൻ ഭദ്രമായിട്ട് സൂക്ഷിച്ച് വയ്ക്കും. പിന്നെ ഏട്ടൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനിയൊരു സ്പെഷ്യലായിട്ടൊരു ബോക്സ് തന്നെ ഉണ്ട് കേട്ടോ. അത് ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. അത് നിങ്ങൾ കണ്ടാൽ ശരിക്കും ഞെട്ടിപ്പോവും. പിന്നെ എങ്കിൽ നമുക്ക് പുൽക്കൂടിൻ്റെ വിശേഷങ്ങൾക്ക് കിടക്കാം. ഇനി സ്റ്റാറൊക്കെ തൂക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യാം. എല്ലാ പ്രാവശ്യം വീടിൻ്റെ സ്റ്റെപ്പിൻ്റെ ഭാഗത്താണ് കേട്ടോ സ്റ്റാർ തൂക്കാറുണ്ടായിരുന്നത്. ഇപ്രാവശ്യം നമ്മൾ കയറി വരുന്ന ഭാഗത്ത് തന്നെ തൂക്കാമെന്ന് കരുതിയിട്ട് അവിടെ ചെയ്തു. സ്റ്റാറൊക്കെ നമ്മൾ 2-3 വർഷം മുന്നേ മേടിച്ച് വെച്ചിട്ടുള്ള കേട്ടോ. കേടായിട്ടേ ഇല്ല. നമ്മൾ ഉപയോഗം കഴിഞ്ഞാൽ എടുത്ത് വെക്കുക ചെയ്യുക. അങ്ങനെ സ്റ്റാറൊക്കെ തൂക്കുക കേട്ടോ. ഉമ്മറത്തന്നെയാണ് കേട്ടോ നമ്മൾ പുൽക്കൂട് വെക്കുന്നത്. അപ്പോൾ ഒരു ടീപ്പോയിൻ്റെ മുകളിലാണ് നമ്മുടെ ഈ ഒരു പുൽക്കൂടൊക്കെ വെക്കുന്നത്. ഉണ്ണിക്കുട്ടൻ പിന്നെ നമ്മുടെ ക്രിസ്മസ് ട്രീ നല്ല കവർ ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കവർ പിന്നെ ഓപ്പൺ ചെയ്യുകയാണ് കേട്ടോ. ഏട്ടൻ പറയുകയാണെങ്കിൽ എല്ലാം നല്ല ഭദ്രമായിട്ട് ക്ലീൻ ആക്കിയിട്ട് വെക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ചവിരി കൊണ്ട് ഇങ്ങനെ നാരാണ് കേട്ടോ. അതൊക്കെ ഏട്ടൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത് വെച്ചതാണ് ഭദ്രമായിട്ട്. അപ്പോൾ അതൊക്കെ അതേപോലെ തന്നെ നേരാക്കി വെക്കുകയാണ്. ഞാൻ ഏട്ടൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. വീഡിയോ എടുത്തിട്ട് ഞങ്ങളിന്ന് പുറത്ത് പോയിട്ട് വരാൻ കുറച്ച് വൈകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഉച്ചത്തെ വെയിലൊക്കെ കൊണ്ടിട്ട് ഞാൻ ഫുള്ള് ടയേർഡായി. വീഡിയോ എടുക്കാൻ മാത്രം ഞാൻ ഇവരെ കൂടെ വരുമായിരുന്നു കേട്ടോ ചെയ്ത്. അപ്പോൾ ഉണ്ണിക്കുട്ടൻ പറയണ്ട എന്നെ വീഡിയോ എടുക്കുകയെന്ന്. അപ്പോൾ അത് അവനും ബാക്കിൽ നിന്നിട്ട് നമ്മുടെ ക്രിസ്മസ് ട്രീ ഒക്കെ ഓപ്പൺ ചെയ്തു. ഇനി അതൊക്കെ ഇങ്ങനെ നിവർത്തി ശരിയാക്കാനുണ്ട് കേട്ടോ. അതാണ് ഇപ്പോൾ ഏട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ക്രിസ്മസ് ട്രീ പുൽക്കൂട് എന്നൊക്കെ പറയുന്നത് ഉണ്ണിക്കുട്ടനായാലും അവൻ കുറച്ച് വലുതായതിനു ശേഷം ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. അതുവരെ നമ്മൾ സ്റ്റാർ മാത്രമേ തൂക്കുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉണ്ണിക്കുട്ടൻ വൃത്തികേടാക്കിയിട്ട് നിലൊക്കെ അവൻ തന്നെ ക്ലീൻ ആക്കി ചെയ്യായിരുന്നു കേട്ടോ. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അല്ലെങ്കിൽ എനിക്ക് തന്നെ പണി കൂടെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇവിടെ ഫുൾ കച്ചറയായിട്ടൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ചെറുപ്പം മുതലെന്ന് പറയുമ്പോൾ നമ്മുടെ എപ്പോഴും സ്റ്റാർ തൂക്കുമായിരുന്നു കേട്ടോ. ആ സ്റ്റാർ അഥവാ തൂക്കാൻ കുറച്ച് ലേറ്റായി കണ്ടാൽ തന്നെ ഭയങ്കര സങ്കടമാണ് കേട്ടോ. ഇപ്പം തന്നെ നമ്മുടെ ഈ ഒരുക്കങ്ങൾക്ക് ഡിസംബർ 17 കേട്ടോ. കാരണം എല്ലായിടത്തും സ്റ്റാറൊക്കെ തൂക്കണം കണ്ടിട്ട് നമ്മുടെ ഉണ്ണിക്കുട്ടിന് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. പുൽക്കൂടിൻ്റെ സെറ്റപ്പ് കഴിഞ്ഞ് ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞ് നമുക്ക് രാത്രിയത്തെ ഒരു ലുക്ക് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മുടെ ലൈറ്റും കാര്യങ്ങളും എല്ലാം റെഡിയാക്കിയിട്ട് നമ്മുടെ പുൽക്കൂടും ക്രിസ്മസ് ട്രീയും റെഡിയായി. ഇനി നമ്മുടെ ഉണ്ണിയേശുവിനെ പുൽക്കൂട്ടിൽ വെക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഉണ്ണിയേശുവിനെ ആ പുൽക്കൂട്ടിലേക്ക് ഞാൻ വെച്ചു. ഉണ്ണിയേശുവിന് ഇന്നല്ല വെക്കാന്ന് അറിയാം. എന്നാലും നമ്മുടെ ഒരു പുൽക്കൂടിൻ്റെ എല്ലാ ഫിനിഷിങ്ങും കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ ഉണ്ണിയേശുവിനെ വെച്ചത്. പിന്നെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വെച്ച് കാണാൻ ഭയങ്കര ഭംഗിയും ഭയങ്കര പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മുടെ എല്ലാ ബിംബങ്ങളും ഈ പുൽക്കൂട്ടിൽ കാണാൻ ഒരു പ്രത്യേക ക്യൂട്ട്നെസ് ആണ് കേട്ടോ. ഇതാണ് അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് നമ്മുടെ ഈ പുൽക്കൂടിൻ്റെ. പിന്നെ നമ്മുടെ സ്റ്റാർ മണിയും കാണിക്കുക. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല. എല്ലാവർക്കും ബൈ.